അതെന്താ? ഞാൻ അഞ്ജുവിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ജിത്തുവേട്ടനും വേണ്ടെന്ന് പറയുന്നത്? അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് ആഗ്രഹം കാണൂല ജിത്തുവേട്ടാ. അവന്റെ മുഖം മാറിയത് അവനിൽ നിന്നും അല്പം മാറുന്ന കാണി നിവി തിരക്കി. അത് വേണ്ട നിവി, ഇവിടെയുള്ളത് എന്താണോ അത് അവൾക്ക് കൊടുക്കും, അത് മതി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നിവി ചെന്ന് കഴിക്കാൻ എടുത്തു വെക്ക്, എനിക്ക് വിശക്കുന്നുണ്ട്. അഭി അവൾക്ക് അടുത്തുനിന്ന് എഴുന്നേറ്റ് തോർത്ത് കയ്യിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ വിശന്നിട്ടൊന്നുമല്ല, ഞാൻ ഇനിയൊന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയാം. പക്ഷെ ജിത്തുവേട്ടൻ എന്തെങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് അഞ്ജുവിന് ഗിഫ്റ്റ് കൊടുക്കണം. അത് സ്വർണ്ണമായിട്ട് തന്നെ കൊടുക്കണം. അത് ഇന്ന് ആലോചിച്ചതല്ല, എന്നോ അവളെന്റെ ഫ്രണ്ടായപ്പോ ഞാൻ ആഗ്രഹിച്ചതാണ്. അഭി ബാത്റൂമിൽ കയറും മുൻപേ അവനെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് നിർത്തി അവന്റെ മുതുകിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കിതപ്പോടെ പെണ്ണു പറഞ്ഞു. അങ്ങനെ എന്റെ നിവിക്ക് കൊടുക്കണമെങ്കിൽ ജിത്തുവേട്ടൻ ഒരു റിങ് വാങ്ങിത്തരാം. അവൾക്ക് നിന്റെ വകയായിട്ട് കൊടുത്തു. പിന്നിരുന്ന് തന്റെ വയറ്റിൽ മുറുക്ക ചുറ്റിപ്പിടിച്ച് അവളുടെ കയ്യിൽ പിടിച്ച പെണ്ണിനെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അഭി പറഞ്ഞത്. അങ്ങനെയല്ല ജിത്തുവേട്ടാ, ഞാൻ അവൾക്ക് വേറൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അത് എന്താണെന്ന് ഞാൻ അന്ന് തന്നെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാന്ന് എന്റെ ഏട്ടനും അച്ഛനും അന്ന് സമ്മതിച്ചതാണ്. എനിക്കത് അവൾക്ക് കൊടുക്കണം. അവരെ നോക്കി കെഞ്ചും പോലെ പറഞ്ഞു നിവി. എന്തൊക്കെയാ നിവി നീ പറയുന്നത്? നീ അവൾക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കാനിരുന്നത്? അതാദ്യം പറ, എന്നിട്ട് തീരുമാനിക്കാം വേണോ വേണ്ടേന്ന്. പാവം പോലെ കണ്ണു നിറഞ്ഞ ചുണ്ടും ചുളുക്കി തന്നെ നോക്കി നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് വന്ന് ബെഡിലിരുത്തി അടുത്ത് അവന് വരുന്നു. അത് പിന്നെ എന്ത്? അത് പിന്നെ ഇത്രയും നേരം 100 നാവായിരുന്നല്ലോ, ഇപ്പൊ എന്തേ ഒന്നും വരുന്നില്ലേ വായിൽ നിന്ന്? എന്ത് കാര്യമായിട്ട് പറയാനാണ് ഈ പരുങ്ങിലെന്ന് മനസ്സിലായി അഭി തിരക്കി. അത് അന്ന് ലക്ഷ്മി ലോക്കറിൽ നിന്ന് എടുത്തു തന്നപ്പോൾ ഏട്ടൻ നമുക്ക് തന്ന എന്റെ സ്വർണ്ണം ലജിത്തുവേട്ടാ. അതിലൊരു മാലയും വളയും ജിമിക്ക് കമ്മലും ചേർന്നൊരു സെറ്റുണ്ട്. ചെട്ടിനാട് കളക്ഷൻ എന്നോ മറ്റോ ആ ലക്ഷ്മി ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണോ എന്ന് എനിക്കറിയില്ല. അതെനിക്ക് എന്റെ അച്ഛൻ കല്യാണത്തിനിടാൻ ഒത്തിരി ആഗ്രഹത്തോടെ വാങ്ങി തന്നതാണ്. ഞാൻ കല്യാണ പെണ്ണായി അതിട്ടൊരുങ്ങി കാണാൻ എന്റെ അച്ഛക്ക് ഭാഗ്യം ഉണ്ടായില്ല. അതുപോലെ ഒരു സെറ്റ് അഞ്ചിനും വാങ്ങിക്കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പറഞ്ഞിട്ട് അവന് നോക്കാതെ മുഖം കുനിച്ചങ്ങിരുന്നു നിവി. അവളുടെ കല്ലിന് കാറ്റ് പിടിച്ച പോലുള്ള ഇരിപ്പ് ഒരു നിമിഷം നോക്കിയിരുന്നിട്ട് അഭി താടിയിൽ പിടിച്ച് ആ മുഖമൊന്ന് ഉയർത്തി. നിവി, ഇവിടെ നോക്ക്. നിവി മെല്ലെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. നീ പറഞ്ഞതൊക്കെ വാങ്ങിക്കാൻ എത്ര ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് നിനക്കറിയോ? അഭി അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ച നെറ്റിയിൽ മെല്ലെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ചോദിച്ചു. എത്ര കാശാകുമെന്ന് എനിക്കറിയില്ല ജിത്തുവേട്ട, പക്ഷെ ഏട്ടനാണ് എന്നോട് പറഞ്ഞത്. ജിത്തുവേട്ടനെ കൂട്ടിപ്പോയി അഞ്ജുന് അന്ന് പറഞ്ഞ പോലെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ. തന്റെ കവളിലിരിക്കുന്ന അവന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് നിവി പറഞ്ഞു. നിന്റെ ഏട്ടന് പറയാം, അത്യാവശ്യം നല്ലൊരു ബിസിനസ്സുകാരനായ അങ്ങേരെ പോലെയാണോ നിവി നിന്റെ ഭർത്താവ്? ഞാനൊരു നിശ്ചിത തുകയ്ക്ക് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളല്ലടാ. അതിൽ നിന്ന് നമ്മുടെ വീട്ടിലെ സകല ചിലവുകളും കാര്യങ്ങളും കഴിഞ്ഞു വേണ്ടേ ഇത്തിരി എന്തെങ്കിലും മിച്ചം പിടിച്ചു വെക്കാൻ? അതൊക്കെ ചേർത്താണ് അഞ്ജുനെ കുറിച്ച് സ്വർണമൊക്കെ വാങ്ങി വെച്ചത്. അതിൽ കൂടുതലൊന്നും ജിത്തുവേട്ടനെ കൊണ്ട് പറ്റില്ല കുഞ്ഞെ. അതിൽ കൂടുതൽ തന്റെ ബുദ്ധിമുട്ട് അവളോട് എങ്ങനെ പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ആ ഏട്ടനും അച്ഛനും അമ്മയും പൊതിഞ്ഞു പിടിച്ചു വളർത്തിയ മകളാണ്. ആ ചതിയത്തിലെ ചതിയിൽ വീണിത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും അവൾക്ക് ഇപ്പോഴും ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. താൻ അർഹിക്കുന്നതിലും അധികം ആ മനുഷ്യൻ അനീതിക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ചില്ലി പോലും തൊടാതെ താനത് അവളുടെ പേരിൽ മാറ്റിയിട്ടിട്ടുണ്ട്. അത് തന്റെ ആവശ്യങ്ങൾക്ക് എടുക്കാത്തത് തന്റെ ദുരഭിമാനമാണ് അളിയൻ പറയുന്നത്. എനിക്കറിയാം, എനിക്കറിയാലോ എന്റെ ജിത്തുവേട്ടന്റെ കയ്യിൽ ഒത്തിരി പൈസ ഒന്നുമില്ലെന്ന് ഏട്ടനും അറിയാം. അതുകൊണ്ടല്ലേ ഏട്ടൻ പറഞ്ഞത് ഒന്നെങ്കിൽ സ്വർണം കൊടുത്ത് മാറി വാങ്ങണം, അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന കാശിൽ നിന്ന് എടുത്ത് വാങ്ങിക്കാൻ. അങ്ങനെയായാലും വാങ്ങിച്ചു കൊടുക്കാനാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത്. അവന്റെ ആലോചനയുള്ള ഇരിപ്പ് കണ്ടിട്ട് അവന് വിഷമമായെന്ന് തോന്നൽ വെപ്രാളത്തോടെയാണ് നിവി പറഞ്ഞത്. വേണ്ടടാ, ഇപ്പൊ അതൊന്നും വേണ്ട. പിന്നെ എന്റെ നിവിക്ക് വേണ്ടി അച്ഛനും ഏട്ടനും കരുതി വെച്ചതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അതിരുന്ന് ഒന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ കവളിൽ മെല്ലെ തലോടി അവൾക്ക് വിഷമം തോന്നാത്ത രീതിയിൽ തന്നെ പറഞ്ഞു അബി. അപ്പോ ഞാനും എനിക്കുള്ളതൊക്കെയും ഇവിടെ ഉള്ളവരുടേത് കൂടെയല്ലേ ജിത്തുവേട്ടാ? എനിക്കിവിടെ ഉള്ളവരൊക്കെ എന്റെ സ്വന്തമാണ്, എന്റെ മാത്രം സ്വന്തം. പറയുമ്പോൾ നിവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെയല്ല നിവി. അബിക്ക് പെണ്ണിന്റെ സങ്കടം കാണി അവളോട് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയാതെ ഒരു നിമിഷം നിന്നു. എന്താ ജിത്തുവേട്ടൻ പറഞ്ഞത്? എന്റെ ഏട്ടനും അച്ഛനും എനിക്ക് വേണ്ടി വാങ്ങി തന്നത് അവിടെ ഇരുന്നോട്ടെ എന്നല്ലേ? ശരി, അവിടെ ഇരുന്നോട്ടെ. ഇനി ഞാൻ അഞ്ജുന് എന്താ കൊടുക്കുന്നതെന്ന് ജിത്തുവേട്ടനോട് പറയുന്നില്ല. എന്റെ അച്ഛനും ഏട്ടനും തന്നത് എന്റെ ആവശ്യത്തിനല്ലേ? അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ അല്ലേ? ഞാൻ ഞാൻ ഇവിടെ ഉള്ളവരെ എല്ലാം എന്റേതായിട്ടാണ് കാണുന്നത്. പക്ഷെ ജിത്തുവേട്ടൻ അങ്ങനെയല്ല കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വിങ്ങി പൊട്ടിക്കരഞ്ഞോണ്ട് നിവി പറയുന്നതെങ്കിലും ഓട്ടക്കണ്ണിട്ട് അവനെ നോക്കുകയും ചെയ്തു. താൻ അവളോട് പറഞ്ഞതിന് ഇങ്ങനെ ഒരു അർത്ഥമാണോ അവൾ മനസ്സിലാക്കിയത് എന്നോർത്തൊരു വിഷമത്തോടെ തലയിൽ കൈ വെച്ചിരുന്നു അബി. നിവി കുനിഞ്ഞിരുന്ന് വിങ്ങി കരയുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബി വിളിച്ചു.
എന്നെ വിളിക്കണ്ട, എന്നെ തൊടുകയും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അവന്റെ കയ്യിൽ നിന്നും കുതിരി മാറി ഇരു കൈകൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അവൾ പിണക്കത്തോടെ പറഞ്ഞു. നിവി, നീ എന്താടി ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കുന്നത്? അഭി ദയനീയമായി ചോദിച്ചു. എനിക്ക് മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ജിത്തുവേട്ടനെ ഞാനൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ പോയി എന്റെ ഏട്ടനെ വിളിക്കട്ടെ. ഞാൻ എന്റെ ഏട്ടന്റെ കൂടെ പോയി വാങ്ങിക്കൊള്ളാം. താലി കെട്ടിക്കഴിഞ്ഞ് ഞാൻ ഗിഫ്റ്റ് കൊടുത്താൽ അത് വാങ്ങണ്ടെന്ന് സച്ചിയേട്ടൻ പറയില്ലല്ലോ. ഇനി ഏട്ടനെ കൊണ്ട് റെക്കമെൻഡേഷൻ ചെയ്യിക്കണ്ട. എന്റെയും കുഞ്ഞിയുടെയോ മുന്നിൽ ദുരഭിമാനം കാണിക്കരുത് അബി. എന്നാ നിന്റെ ഏട്ടൻ ഡയലോഗും കേട്ട് അങ്ങയുടെ മുന്നിൽ നിന്ന് ചൂടാൻ വയ്യ. എന്താണെന്ന് വെച്ചാ നമുക്ക് നാളെ പോയി വാങ്ങാം. കെട്ടിന് മുൻപ് തന്നെ നീ നിന്റെ അഞ്ചിന് ഗിഫ്റ്റ് കൊടുത്തേക്ക്, എനിക്ക് എതിർപ്പില്ല. പറഞ്ഞിട്ട് നിവി അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പോയതും പെണ്ണിന്റെ കള്ളത്തരം മനസ്സിലാകാതെ പറഞ്ഞിട്ട് അവളെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു അബി. ഇതങ്ങ് ആദ്യമേ പറഞ്ഞുട ജിത്തുവേട്ടാ, വെറുതെ എന്റെ കണ്ണുനീര് കുറച്ച് കളഞ്ഞു. അവന്റെ തലമുടിക്കിടയിൽ വിരൽ കടത്തി വലിച്ച ചീരിയോടെ നിവി പറയേ, നീ എന്നെ കരഞ്ഞു കാണിച്ച് പറ്റിച്ചതാണ് അല്ലേടി ഏട്ടന്റെ കുഞ്ഞി എന്ന് ചോദിച്ചവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. ഏറെ നേരത്തിന് ശേഷം കിതപ്പോടെ അവളിൽ നിന്ന് മലർന്നു മാറി അവി. അപ്പം തളർന്നു പോയവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് തൃപ്തിയോടെ ആ നെറുകയിൽ മുത്തി. തളർന്നോ നിവിക്കുഞ്ഞെ? അതേ സ്നേഹത്തോടെ അവളെ പൊതിഞ്ഞു പിടിച്ച് നേരത്തെ പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ അവി ചോദിച്ചു. ഇല്ലെന്ന പോലെ മെല്ലൊന്ന് മൂടി. ആ മോഡൽ കേൾക്കെ ജിത്തു ആ പെണ്ണിന്റെ നെറുകയിൽ വീണ്ടും ഒന്ന് മുത്തി. ജിത്തൂട്ടാ. കുറച്ചു നേരം അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നവൾ അവന്റെ നെഞ്ചിൽ ചുംബിച്ചുകൊണ്ട് മെല്ലെ വിളിച്ചു. എന്താടാ? അവള് നഗ്നമായ ചുമലിൽ വിരൽ ഓടിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, നമ്മള് ഈ മാലയും വളയും ഒക്കെ വാങ്ങുന്നത് ആന്റിയോട് പറയണ്ട കേട്ടോ. അവനിലേക്ക് ഒന്നോടെ അമർന്ന് കിടന്നിട്ടാണ് നിവി പറഞ്ഞത്. അതെന്താ നിവി? അവൾ അങ്ങനെ പറഞ്ഞതിന്റെ വല്ലായ്മയിൽ അവ തിരക്കി. അതുണ്ടല്ലോ ജിത്തുവേട്ടാ, ആന്റി അറിഞ്ഞ വേണ്ടെന്ന് പറയും. ഇപ്പോ ഉള്ളത് അത്രയും മതിയെന്ന് പറയും. നേരത്തെ ജിത്തുവേട്ടൻ പറഞ്ഞ പോലെ ആന്റി ആണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ ആര് പറഞ്ഞാലും പിന്നെ അതിൽ നിന്ന് മാറില്ല, വാശി പിടിച്ചങ്ങ് നിന്ന് കളയും. അതുകൊണ്ട് പറയണ്ട. വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നെ ആന്റിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെറുചിരിയോടെയാണ് അവൾ പറഞ്ഞത്. വേണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെയും അഭിപ്രായം. അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അഭി പറഞ്ഞതും അവൾ കെറുവോടെ അവന്റെ നെഞ്ചിൽ ഒരു കടിയും വെച്ച് കൊടുത്തിട്ട് പിടഞ്ഞങ്ങ് എഴുന്നേറ്റു. ദേ ജിതുവേട്ടൻ എനിക്ക് വാക്ക് തന്നതാണ്. ഈ മാറ്റി പറഞ്ഞാൽ വല്ലാത്തൊരു കോലത്തിൽ കൂർത്ത ചുണ്ടുകളോടെ ഇരുന്ന് പറയുന്നവളെ കണി അവൻ ചിരിച്ചുപോയി. എന്തിനാ ചിരിക്കുന്നേ ചോദിച്ചുകൊണ്ട് അവൾ സ്വയം ഒന്ന് നോക്കി. അയ്യേ. കൈകൾ മുറുകെ അടച്ച് നാവ് കടിച്ചു പറഞ്ഞുകൊണ്ട് പെണ്ണ് അവിടെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞിക്കിടന്ന് കളഞ്ഞു. എന്റെ നിവി, എന്തിന് ഇത്രയും നാണം? ഇനി ജിത്തൂട്ടൻ കാണാത്തത് തൊടാത്തത് രുചിക്കാത്തൊക്കെ ആയിട്ട് എന്താ ഉള്ളത്? അവളെ മുതുകിലൂടെ മാറിലൂടെ ഒക്കെ വിരൽ പായിച്ചോട് ചോദിച്ചു അബി. മിണ്ടാതെ കിടന്ന ജിത്തൂട്ടാ. നിവി നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചു. അതെ, എനിക്ക് വീണ്ടും എന്തൊക്കെ തോന്നുന്നുണ്ട് നിവിക്കുഞ്ഞെ. അവളുടെ കാതറും ചുണ്ട് ചേർത്തവൻ പറയേ നിവി ഒന്ന് അടക്കി ചിരിച്ചു. എനിക്കാണോ നിവി ഇത്? മാലയും വളയും ജിമിക്കും കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അഞ്ചു വിടർന്ന കണ്ണുകളോടെ തിരക്കി. പിന്നല്ലാതെ ആർക്കാണ്? ഇതൊക്കെ നിട്ടെ കാണട്ടെ ഞാൻ. നിവി അവളുടെ കവിൾക്കായി ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ നിവി ഇപ്പൊ ഇതൊക്കെ? ഏട്ടനും അമ്മയും കൂടെ എനിക്കുള്ളതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. പറയുമ്പോൾ അഞ്ജുവിന്റെ ശബ്ദം ഒന്നിടറി. ജിത്തുവേട്ടനും ആന്റിയുമൊക്കെ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് അതൊക്കെ വാങ്ങി വെച്ചതെന്നൊക്കെ എനിക്കറിയാം. അതിനെ ഞാൻ വില കുറച്ച് കാണുന്നെന്ന് നിങ്ങൾ ആരും കരുതരുത്. ഇതിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ആന്റി എന്നോട് പിണങ്ങരുത്. ഒരിക്കൽ ഇവൾ ഒരാൾ തന്ന ധൈര്യത്തിൽ ജീവിതം തിരിച്ചു പിടിച്ചതാണ് ഞാൻ. ആരോടും എന്റെ വേദനകൾ പങ്കുവെക്കും എന്നോർത്ത് വേദനിച്ച് മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ പകച്ചുന്ന എന്നെ ചേർത്ത് പിടിച്ച് എന്റെ മനസ്സിലുള്ളതൊക്കെ തോണ്ടിയെടുത്ത് കളഞ്ഞത് സമാധാനിപ്പിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഇവളാണ്. അത്രയും എന്നെ സ്നേഹിച്ച് എന്റെ ജിത്തുവേട്ടനോടൊപ്പം എന്നെ ചേർത്ത് വയ്ക്കാൻ കാരണമായ ഇവൾക്ക് ഞാൻ എന്ത് ചെയ്താലാണ് മതിയാവുക? രാധികയുടെയും മഞ്ജുവിന്റെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിവി പറഞ്ഞത്. അന്നേരം അവളുടെ കണ്ണുകൾക്കൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിന്നോട് ദേഷ്യമൊന്നും ഇല്ല മോളെ. ഈ കുടുംബത്തെ നീ നിന്റേതായിട്ടാണ് കാണുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളോടുള്ള നിന്റെ സ്നേഹവും ഞങ്ങൾക്കറിയാം. എങ്കിലും ഇത്രയും കാശ് മുടക്കിയത് വേണ്ടായിരുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാധിക പറഞ്ഞത്. ഈ ആന്റി കാശൊക്കെ വരും പോകും. ഒരിക്കലൊന്നുമില്ലാതെയായി നിന്നില്ലേ ഞാനും എന്റെ ഏട്ടനും. അതുകൊണ്ട് ഇനിയിപ്പോ അതൊന്നും ഓർത്ത് കല്യാണത്തിന്റെ സന്തോഷം കളയണ്ട. അഞ്ജു, ഇതൊക്കെ ഇട്ടേ നോക്കട്ടെ ചേരുന്നുണ്ടോന്ന്. രാധികയെ നോക്കി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞിട്ട് അഞ്ജുവിനെയും പിടിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി. നിവി, നിനക്ക് പറഞ്ഞുകൂടായിരുന്നു അബി ഇതൊന്നും വേണ്ടെന്ന്? ഇതിപ്പോ എല്ലാം കൂടെ 8-10 പവൻ വരില്ലേ? ആ കുഞ്ഞ് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ രഞ്ജു എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ മോനെ? ചിരിച്ച മുഖത്തോടെ നിന്നവനോട് രാധിക വല്ലായ്മയോട് ചോദിച്ചു. പിന്നെ ഞാൻ പറയാഞ്ഞിട്ടാണോ അമ്മേ? ഒരുപാട് പറഞ്ഞതാണ്, പിന്നെ വാശി പിടിച്ച് കരഞ്ഞു കൊളാക്കി. ഒടുവിൽ അളിയനെ കൂട്ടിപ്പോയി വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൂടെ നിന്നത്. എന്നിട്ടും ഞാൻ അളിയനെ വിളിച്ച് ഈ കാര്യം സംസാരിച്ചിരുന്നു.
കുഞ്ഞി അവൾക്ക് പ്രിയപ്പെട്ടവർക്ക് എന്ത് നൽകുന്നോ അത് ഞാൻ എതിർക്കില്ലെന്ന്, അതിലെനിക്ക് സന്തോഷമാണ് എന്നാണ് അളിയൻ പറഞ്ഞത്. പിന്നെ 1-2 വർഷം മുൻപേ അവൾ ഇങ്ങനൊരു കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞതും സത്യമാണ്. അതും പറഞ്ഞ അളിയൻ. പുഞ്ചിരി മായാതെ നിവിയെക്കുറിച്ച് ഓർത്ത അഭിമാനത്തോടെ തന്നെ അഭി പറഞ്ഞു. എങ്കിലും അവരൊരു വല്ലായ്മയോടെ പറഞ്ഞു. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിവി അവളെ ജീവനായ ഏട്ടനെ ആരോട് ചേർത്ത് വയ്ക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ലേ? അവൾ അങ്ങനെയാണ്. അവളെ സ്നേഹിക്കുന്നവരൊക്കെ സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവൾ, അതിനുവേണ്ടി എന്തും ചെയ്യാനും വിട്ടുകൊടുക്കാനും മടിയില്ലാത്തവൾ. നിവയെക്കുറിച്ച് പറയുമ്പോൾ അബിക്ക് അഭിമാനമായിരുന്നു. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്തിനാ? വാങ്ങേണ്ടത് വാങ്ങിയില്ലേ? അതൊക്കെ അഞ്ജുവിന് ഇഷ്ടമായിട്ടുണ്ടെന്ന് അവളുടെ മുഖം കണ്ടറിയാം. രാധിക സെറ്റിലേക്ക് ഇരുന്നിട്ട് മെല്ലെ പറഞ്ഞു. ആര്യയും അളിനും തമ്മിലുള്ള വിവാഹം കഴിയുമ്പോൾ അവൾക്ക് അളിയൻ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് എനിക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിലും ഒരുപാട് സ്വർണ്ണമുണ്ട്. അഞ്ജുവിന് മാത്രം കുറഞ്ഞു പോയെന്ന വിഷമമാണ് നിവിക്ക്. ഇത്രയും വാങ്ങിച്ചിട്ടും അവൾക്ക് മതിയായില്ല. വീണ്ടും എന്തൊക്കെയാ നോക്കാൻ പോയതാണ്. ഞാൻ ബലമായി പിടിച്ച് ഓരോന്നും പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് പോന്നതാണ്. അവൾക്ക് നമ്മളോടൊക്കെ അളിയനോടുള്ള പോലെ ഭയങ്കര സ്നേഹമാണമ്മ. ആ സ്നേഹമാണ് ആര്യ അവളെ ഏട്ടനിൽ എത്തിക്കാൻ നോക്കുന്നത്. അഞ്ജുവിന് ഓരോന്ന് വാങ്ങിക്കൂട്ടുന്നതും പിന്നെ അമ്മയ്ക്കും അവളൊരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്. അവർക്കടുത്ത് സോഫയിൽ ഇരുന്നിട്ട് അവരെ ചേർത്ത് പിടിച്ച് ചിരിയോടെയാണ് അഭി പറഞ്ഞത്. എനിക്കറിയാമടാ, അവളെ നമ്മളെ സ്നേഹിക്കുന്നതിലേറെ അവളെ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കണം. അത്രയ്ക്ക് പാവാണ് ആ കുഞ്ഞ്. അവളും നമ്മളെ അനുഭവിച്ച സങ്കടങ്ങൾക്കൊക്കെ ചേർത്ത് ദൈവം നമ്മളെ രണ്ടു കൂട്ടരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുവാണ്. പിന്നെ എനിക്ക് അവളെ എന്റെ മോളായി കിട്ടിയതിലും വലിയ സമ്മാനം ഇനി എന്താടാ കിട്ടാനുള്ളത്? സന്തോഷം കൊണ്ട് നിറഞ്ഞ മിഴികൾ ഒപ്പിക്കൊണ്ട് രാധിക പറയുമ്പോൾ നിവിയോടുള്ള പ്രണയത്താൽ നിറഞ്ഞു തുളുമ്പി അവയുടെ ഹൃദയം. അമ്മ, രാത്രി പതിവ് പോലെ അമ്മയോട് ഒട്ടിച്ചേർന്ന് കിടക്കുമ്പോഴാണ് വേദു മെല്ലെ വിളിച്ചത്. എന്താ മോളെ? ഏതോ ആലോചനയിൽ മുഴുകി കിടന്നവൾ ചോദിച്ചു. അമ്മയ്ക്ക് ഇപ്പോഴും മംഗളിലെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലേ? ചെറിയൊരു മടിയോടെയാണെങ്കിലും വേദു തിരക്കി. എനിക്ക് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് സമയം കൂടെ അമ്മയ്ക്ക് വേണം മോളെ. അതും അമ്മ പറഞ്ഞില്ലേ? അവളൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. ആര്യ പറഞ്ഞതും വേദു മെല്ലെ എന്ന് മോളി. എന്തേ ഇപ്പോ ഇങ്ങനെയൊരു ചോദ്യം? പിന്നീടൊന്നും മിണ്ടാതെ എന്തോ ആലോചിച്ച് കിടക്കുന്ന വേദുവിന്റെ സൈഡിലേക്ക് തിരിഞ്ഞ് മുഖാമുഖം കിടന്നുകൊണ്ട് ആര്യ ചോദിച്ചു. ഒന്നുമില്ലമ്മ. അങ്ങനെ പറയുമ്പോൾ അവളെ ശബ്ദമൊന്നും പതിഞ്ഞത് ആര്യ വ്യക്തമായി അറിഞ്ഞു. മോളെ വേദുട്ടി, എന്താ നിനക്ക്? ചോദിക്കുന്നപ്പം ബെഡിൽ എഴുന്നേറ്റിരുന്ന വേദുവിനെ വാരിയെടുത്ത് മടിയിൽ കിടത്തിയ ആര്യ. ഒന്നുമില്ലമ്മ, എനിക്കൊന്നുമില്ല. ഒന്നുമില്ലെന്ന് പറയുമ്പോഴും വിങ്ങി പോകുന്നുണ്ടായിരുന്നു വേദു. അമ്മയെ പേടിപ്പിക്കാതെ കാര്യം പറ മോളെ. എന്തിനാ നിനക്ക് സങ്കടം? അവളുടെ കവളിലും കണ്ണിലുമൊക്കെ ഉമ്മ വെച്ചുകൊണ്ട് നിറം മിഴിയോടെ ചോദിച്ചു ആര്യ. അമ്മ, അമ്മയ്ക്ക് അങ്കിളിനെ വേഗം കല്യാണം കഴിച്ചൂടെ? ആര്യയുടെ കഴുത്തിൽ കൈ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ടാണ് വേദു ചോദിച്ചത്. നീ നീ ഇതെന്തൊക്കെയാണ് വേദു ചോദിക്കുന്നത്? നീ ചെറിയ കുട്ടിയാണ്. ഇമാതിരി വർത്തമാനം ഒന്നും പറയാൻ പാടില്ല മോളെ. അല്ലെങ്കിൽ തന്നെ എന്തറിഞ്ഞിട്ടാണ് നീ ഓരോന്നും പറയുന്നത്? നമ്മൾ കാണും പോലെയല്ല ആളുകൾ. ഇപ്പോ കണ്ണേ തേനെ എന്നൊക്കെ പറയും. കാര്യത്തോടെ അടുക്കുമ്പോൾ അറിയാം ഓരോരുത്തരെയും തനിക്കണം. എന്തൊക്കെ ഓർത്ത് ആരുടെയൊക്കെ ഉള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയി ആര്യ. എന്റെ രഞ്ജുവെങ്കിൽ നല്ലതാണ്. എന്റെ സ്വന്തം അച്ഛനേക്കാൾ നല്ലത്. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തീരെ ചെറിയ കുട്ടിയല്ലമ്മ. എനിക്കും കാര്യങ്ങൾ മനസ്സിലാകും. എന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ അങ്ങളുടെ സ്നേഹത്തോടൊപ്പം കെയർ ചെയ്യാനും അറിയാം. തെറ്റ് ചെയ്താൽ വഴക്ക് പറയും. സങ്കടമായാലും സന്തോഷമായാലും എന്റെ മുഖത്തുനിന്ന് അങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അത്രയും നല്ലൊരു ആളെ ഇങ്ങനെ പറയാൻ അമ്മയ്ക്ക് തോന്നിയല്ലോ. അമ്മ ഇനി എന്റെ അങ്ങളിനെ കല്യാണം കഴിക്കണ്ട. എന്റെ അങ്ങളിനെ നോക്കാൻ ഞാൻ മതി. ഞാൻ അങ്ങളുടെ കൂടെ മാംഗല്യത്തിൽ പോയി താമസിക്കും. ആരും കൂടെ വരണ്ട. ദേഷ്യവും സങ്കടമൊക്കെ കൂടിക്കലർന്ന ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുമ്പോൾ വേദുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ വേദു, ആരൊരു പിടപ്പോടെ വിളിച്ചു. വേണ്ടമ്മ, എന്നെ വിളിക്കണ്ട. അമ്മയ്ക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് എന്നോടൊന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു കിടക്കുമ്പോൾ വേദുവിന്റെ മിഴികൾ ഒഴുകിയിറങ്ങിയതും ആ കുഞ്ഞു ഹൃദയം വേദനിച്ചതുമൊക്കെ അമ്മയോട് എങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. മനഃപൂർവ്വം പറഞ്ഞതാണ്. അമ്മയെ കൊണ്ട് കല്യാണത്തിന് വേഗം സമ്മതിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെയല്ലാതെ അത് നടക്കില്ലെന്ന് എനിക്കറിയാമ. അമ്മ ഓരോന്നും പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടു പോകും. അത് പാടില്ല. എന്റെ അമ്മയുടെ സന്തോഷമുള്ള ജീവിതം കാണാൻ എനിക്ക്. ആംഗ്ലിനും അമ്മയ്ക്കും ഒപ്പം വേദുവിനും ജീവിക്കാൻ കൊതിയാണമ്മ. ഓരോന്നോർത്ത് വേദു ഏങ്ങലടിച്ച് കരയുമ്പോൾ അതുവരെ അവൾ പറഞ്ഞതൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്ന ആരും ഞെട്ടലോടെ വേദുവിനെ നോക്കി. മോളെ വേദു, കരയല്ലേ? എന്തിനാ ഈ കണ്ണുനീരും വാശിയും? അമ്മ വിവാഹത്തിന് സമ്മതിച്ചല്ലേ മോളെ? പിന്നെ എന്താ നിന്റെ പ്രശ്നം? നോക്കുന്ന നെഞ്ചോടെ ആര്യ അവളെ പിന്നീടും ചുറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു. മേമയുടെ കല്യാണത്തിന്റെ ഒപ്പം അമ്മയ്ക്ക് കല്യാണം കഴിക്കാൻ വൈകിൽ അമ്മ കല്യാണം കഴിക്കണ്ട. ആ കാര്യം എന്നോട് ഇനി പറയണ്ട. ഞാനും അമ്മയോട് പറയില്ല, ഒരിക്കലും പറയില്ല. കരഞ്ഞുകൊണ്ട് പറഞ്ഞ ശേഷം ഇരു കൈകൊണ്ട് മുഖം അമർത്തി തുളച്ചുകൊണ്ട് കമിഴ്ന്ന് കിടന്നു വേദു. അവൾ പറഞ്ഞ കാര്യങ്ങളിൽ കുരുങ്ങിപ്പോയ മനസ്സുമായി ആ രാത്രി ഉറക്കമില്ലാതെ കിടന്നു ആര്യ.